അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് ഇവിടെ ഹംസ കച്ചേരിയാണ്. ഫൈബർ പാച്ചിൻ്റെ ഒരു സംഭവമാണ് ഇത്. നമ്മളിങ്ങനെ കേൾക്കുക എന്നല്ലാണ്ട് നമ്മളിതുവരെ കണ്ടില്ല. അപ്പം ഞാനൊന്ന് കാണാൻ വേണ്ടിയിട്ടും ആ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഒരു ഫൈബർ പാച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ കാണണം, മറക്കരുത്. ഫൈബർ പാച്ച് കണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു 2-3 മണിക്കൂറാണ് കണക്ക്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി തിരിച്ച് വരാനാണ് പതിവ്. വർഷാപ്പേരാണെങ്കിൽ അത് വൈകുന്നേരം വന്നിട്ടാണ് മേടിക്കൽ. അപ്പോൾ ആരും ഇത് കാണാനിടയില്ല. അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഇങ്ങനത്തെ ഒരു സംഭവം എത്തിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മറക്കരുത്. ഓക്കെ, ഓൾവേസ് മുത്തുള്ള പോട്ട് വരുന്നത് നമ്മളെ ഇന്ത്യൻ ബേക്കറിയുടെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. മർവ ഫൈബർ പാച്ച് എന്നാണ് എൻ്റെ പേര്. ഫൈബറിൻ്റെ എന്ത് പാച്ച് ഉണ്ടെങ്കിലും മൂപ്പരെ സമീപിച്ചാൽ മതി. മൂപ്പര് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വീട്ടിലെ വാട്ടർ ടാങ്ക്, അതിൻ്റെ ടാങ്ക്, ഇതൊക്കെ മൂപ്പര് പാച്ച് ചെയ്ത് കൊടുക്കൂട്ടാ. മറക്കണ്ട, എല്ലാവരും മർവ ഫൈബർ പാച്ച് ഹംസ കച്ചേരി. ഇത് നമ്മളെ ആക്റ്റീവൻ്റെ ഫ്രണ്ടിലുള്ള ബോഡിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഈ പർച്ചാണിത്. ഇത് ഫൈബറിൻ്റെ ആണ്. ഇത് നമ്മൾ ഇത് പൊട്ടിയപ്പോൾ ഒന്നുണ്ട് സാധനം, ഇനി ഒന്ന് ഉണ്ടാക്കുകയാണ്. ഇതിവിടെ ഇങ്ങനെ പുറത്തേക്ക് വരും അല്ലേ? പുറത്തേക്കാണ് വരിക. പുറത്തേക്ക് ഇങ്ങനെ വരിക. അതൊന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന വീഡിയോ അതാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പം എൻ്റെ ഫ്രണ്ട് സാധനം അല്ല, ആക്റ്റീവൻ്റെ ഇത് ഹോണ്ടൻ്റെ നമ്പർ പ്ലേറ്റ് വരുന്ന പീസാണ്. ഇതുപോലത്തെ ഒരു സാധനം എടുത്ത് ഉണ്ടാക്കി ഇനി ഇങ്ങനെ അതിന് മടക്കൊക്കെ ഉണ്ടാക്കണം. ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊരു കരവിരുതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടൊരു കഴിവ്, അതേമാതിരത്തെ ഒരു കഴിവാണിത്. ഇതൊരു പ്രത്യേകത വേണം. കറക്റ്റ് നമ്മൾ ആ പറിച്ച് തിരിവും വളവൊക്കെ കറക്റ്റായി ചെന്നില്ലെങ്കിൽ അവിടെ സ്ക്രൂ അല്ലെങ്കിൽ ബോൾട്ടൊന്നും പിടിക്കൂല. അപ്പോൾ സുഹൃത്തുക്കളെ, ആ സാധനം അവിടെ പിടിച്ച് ഇനിയും കുറേ പണി കഴിയുന്നുണ്ട്. പൊട്ടിപ്പോവാതിരിക്കാനുള്ള പണികളാണ് ഇനി ചെയ്യുന്നത്. തൽക്കാലം അളവും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിടിപ്പിച്ചിരിക്കുന്നത്. എന്തൊരു പൊടിയാണല്ലോ അല്ലേ? ഫൈബർ പൊടി. ഫൈബർ പൊടിയാണ് സുഹൃത്തുക്കളെ. ഇത് പുതിയത് ഉണ്ടാക്കിയ സാധനമാണ് ഇപ്പോൾ ഇനി ഫിറ്റ് ചെയ്യാൻ പോണത്. അതൊക്കെ കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് ഉറപ്പ് വരുത്താനുള്ള കുറേ സാധനങ്ങൾ ചെയ്യും. എന്നിട്ടാണ് മൂപ്പരെന്നെ ഫിറ്റ് ചെയ്ത് തരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ വണ്ടിയായിട്ട് വരികയാണെങ്കിൽ അത്രയും നന്നാണ്. അപ്പോൾ അളവെടുക്കാനൊക്കെ എളുപ്പമാണ് അല്ലേ? നല്ല സംഭവം. കറക്റ്റ് വെച്ച് നോക്കുകയാണ്. സുഹൃത്തുക്കളെ, കുറേ പണിയുണ്ടത്. പിന്നെ ശരിക്കും 2 പറിച്ച് ഉണ്ടാക്കണമെങ്കിൽ 3 മണിക്കൂറാണ് കണക്ക്. ഇതിപ്പോൾ ഒരു പറിച്ചായ കാരണം വലിയ കുഴപ്പമില്ല. ഒരു പറിച്ച് അതിന്മേൽ തന്നെ ഉണ്ട് സംഭവം. മടക്കിലാണ് നമുക്ക് മെയിനായിട്ടുള്ള സംഭവം. ഈ മടക്ക് കറക്റ്റ് ആവണം, എന്നാലാണ് അതിൻ്റെ നെറ്റ് ബോൾട്ടൊക്കെ റെഡിയായി നിൽക്കുള്ളൂ. ഇതാണ് നമ്മൾ ആസാന്. എന്താ പേര്? രവി. എവിടെ സ്ഥലം? ഏലക്കാട്. ഇതെങ്ങനെ കുറേ തുടങ്ങിയിട്ട്? ശരിയാ. അവിടെ വേറെ ആളാ? നിങ്ങൾ എങ്ങനെ വേറെ എന്തെങ്കിലും ജോലി? പാച്ച് വർക്ക് ആയിരുന്നു. അപ്പോൾ പിന്നെ ഇതിലേക്കുണ്ട് തിരിഞ്ഞ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇങ്ങനെ അയക്കുന്നുണ്ട്. ഇനി ഇതിന്മേൽ കുറേ പണികളുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടറിഞ്ഞ് നോക്കാം. ഇതാണ് നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഇതായ്മ വെച്ച് പാച്ച് ചെയ്യും.
അപ്പോൾ സുഹൃത്തുക്കളെ, മൂപ്പര് നമ്മുടെ ടാങ്ക് ലീക്ക് ഉണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ അത് കയറ്റി കൊണ്ടുവരേണ്ട ആവശ്യമില്ല, വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അത് ബൈക്കിൻ്റെ പെട്രോൾ ടാങ്ക് ലീക്കായാലും നമ്മളെ വെള്ള ടാങ്ക് ഇതാണ് വാച്ച്. ഇതിപ്പോൾ എത്ര മണിക്കൂർ പിടിച്ച്? ഒരു ദിവസം പിടിച്ചാ? ഒരു ദിവസമാണ് ഇത് റെഡിയാക്കാൻ നിന്നത്. അത് ശരിയാ. ഇതാണ് നമ്മളെ ഫൈബർ പാച്ചിൻ്റെ ഒരു ഉദാഹരണം കേട്ടാ. ഇത് വണ്ടി അതിൻ്റെ അടി മൊത്തം പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരടി നീളുണ്ട് അല്ലേ? ഒന്ന് റഫാക്കണം അല്ലേ? ഇരിപ്പ് കിട്ടും. മറ്റേന്നാ മിനിസം വന്നു കഴിഞ്ഞാൽ അടരാൻ സാധ്യത. ശരിയാവട്ടെ. ഫൈബർ മാറ്റ് ഇതാണ്. ഇനി അതിലേക്ക് നമ്മൾ ആ കാറിൻ്റെ പമ്പർ കാണിച്ചില്ലേ, അതിൽ ഒട്ടിച്ച സാധനമാണ് ഇതിനൊട്ടിക്കാൻ പോകുന്നത്. അതിന് കുറേ ഏറെ വേണം, പക്ഷേ ഇതിന് കുറച്ച് മതി. അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ്. റിവേറ്റന് അങ്ങനെ ഒട്ടിക്കാനുള്ള പരിപാടിയിലാണ്. അതിൻ്റെ കറക്റ്റ് അളവൊക്കെ എടുത്തിട്ട് ഒട്ടിക്കാനുള്ള പരിപാടിയിലാണ്. സുഹൃത്തുക്കളെ, ആ പർച്ചിൻ്റെ അത്ര മാറ്റ് കട്ട് ചെയ്തിപ്പോൾ ഫൈബർ മാറ്റ് കട്ട് ചെയ്ത് ഇനി അതിന് വെച്ചിട്ട് അത് പുറത്ത് ഒരു പാച്ച് വരികയെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ ഉള്ളിൽ പാച്ച് ചെയ്ത് പുറത്ത് അവർ മക്കിട്ട് തരും അല്ലേ വീട്ടാ? പുട്ടിട്ട് തരും. അപ്പോൾ നിങ്ങൾ പെയിൻ്റ് അടിക്കുമ്പോൾ സ്പ്രേ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് പാച്ച് ചെയ്തതാന്ന് പോലും അറിയില്ല. അത്രയും വളരെ ക്ലിയർ ആയിട്ടാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോഴൊന്നല്ല, കുറച്ച് കാലം മുന്നേ തുടങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇന്നാണ്. അപ്പോൾ പാച്ച് എന്ന് പറഞ്ഞാൽ ഫൈബർ പാച്ച് എന്നിങ്ങനെ പറഞ്ഞ് കേൾക്കാമെന്നല്ലാണ്ട് നമ്മളിതുവരെ കണ്ടില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒട്ടി റെഡി ആക്കിന് ഏകദേശം. ഇനിയും കുറേ പണികൾ അതിമൊക്കെ എടുക്കുന്നുണ്ട്. അടിയിൽ നിന്ന് മേലെ വരെയുള്ള പിടുത്താണ് മെയിനായിട്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഈ പൊട്ടിയ ഭാഗത്ത് മാത്രമല്ല പിടുത്തം, ഈ അടിയിൽ തന്നെ വേണം. അല്ല, ഞാൻ പറയുന്നത് ഇത്ര മതി. ഇത് ഓൾറെഡി നമ്മളെ കയ്യിലുള്ള പീസാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ ജോയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആ മാറ്റ് വെച്ചിരിക്കുന്നത്. ഇവിടെ അതല്ല, ഇത് നമ്മൾ കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടെയും നമുക്കൊരു പാച്ചുണ്ട്, ഇവിടെയും പാച്ചുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് പുതിയ പീസാകുമ്പോൾ ഇത്രയും മാറ്റ് വേണം. ഈ സാധനം ഒട്ടിക്കുന്നൊരു സാധനം അതിപ്പോൾ ഉണങ്ങി വേസ്റ്റാണ് ഇപ്പോൾ ഇത് സംഭവം കേട്ടോ. അപ്പോൾ അത് നമ്മൾ മൂപ്പര മിശ്രിതാണിത്. ഇതൊക്കെ എങ്ങനെ ഒഴിച്ചു വെച്ച സാധനം നമ്മൾ ഒട്ടിച്ചതിന് ശേഷം പെട്ടെന്ന് സെറ്റ് ആവുകയാണ്. അത് നമ്മൾ ആ സംഗതി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ട സെറ്റ് ആവും. പിന്നെ അത് കളയാനേ പറ്റുള്ളൂ. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു പശ എന്ന് പറഞ്ഞാൽ ആന പിടിച്ചാൽ പോരില്ല കേട്ടോ. അത് ശരിക്കും ഇപ്പം ഞാൻ നോക്കി, ഈ സംഗതി ഭയങ്കര ടെമ്പർ. എന്താ അത്! ഇതിൻ്റെ വക്കൊക്കെ ബ്ലേഡ് മാതിരിയായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്ട്രോങ് ആണ് സാധനം. അതുകൊണ്ടാണ് നമ്മൾ ഫൈബർ പാച്ചിനെ അംഗീകരിക്കണം എല്ലാവരും. ഇതാണ് ഫൈബർ പാച്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ സുഹൃത്തുക്കൾ, ഫിനിഷിംഗ് വർക്കാണ് ഇനി നടക്കാൻ പോകുന്നത്. എനിക്കും പാരസിലൊക്കെ ചാൻസ് കിട്ടേണ്ടിയായിരുന്നു. ഞാനും ലാമലഡിയനിൽ പെട്ട് പണിക്കാരനായിട്ട്. പക്ഷെ അവിടത്തെ വെച്ച് തട്ടിയതാണ്. അപ്പോൾ അത് കാരണം കുറേ ഉള്ളിലേക്ക് പോയ കാരണം നമുക്കത് ഇത് പുറത്തേക്ക് കുറച്ച് വരാണ്ട്, ഇത് കുറച്ച് പുറത്തേക്ക് വരാണ്ട്, ഏകദേശം 1 ഇഞ്ച് പുറത്തേക്ക് വരാണ്ട് എന്നാൽ അത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.